കേരള ലോ എൻട്രൻസ് എക്സാമിന് GK ചോദ്യങ്ങൾ വരാവുന്ന മോഡേൺ ഇന്ത്യ, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും കാര്യങ്ങളും റിലേറ്റ് ചെയ്ത ടോപ്പിക്, അതാണ് ഈ വീഡിയോ മുതൽ തുടങ്ങുന്നത്. ഞാൻ GK ടോപ്പിക്സിൻ്റെ ഗൈഡ് സെപ്പറേറ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിൽ വേൾഡ് ഹിസ്റ്ററി, ഏൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, പിന്നെ വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, ഇന്ത്യൻ എക്കണോമി, ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനെ GK സബ്ജക്ട്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഗൈഡ് ഇറക്കിയിട്ടുണ്ട്. ആ ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് ഗൈഡ് ഓർഡർ ചെയ്യാം. അപ്പോൾ ആ ഗൈഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ക്ലാസ്സുകളും ഓരോന്ന് ഓർഡറിൽ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഗൈഡ് വാങ്ങിയ സ്റ്റുഡൻസ് ആണെങ്കിൽ ആ ഗൈഡും ഒപ്പം വെച്ചിട്ട് വേണം പഠിക്കാൻ. ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കുമ്പം ആദ്യം അറിഞ്ഞിരിക്കേണ്ട വർഷമാണ് 1600 AD. 1600, ഈ 1600-ലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നത്. അതേപോലെ ഈ 1600-ലാണ് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴി ഇന്ത്യയിലേക്ക് എന്തിനു വേണ്ടി വരുന്നത്? ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത്. ഇന്ത്യ പിടിച്ചടക്കണമെന്നുള്ള ഒരു ഉദ്ദേശവും കാര്യങ്ങളൊന്നും ആ സമയത്തില്ല. ട്രേഡിങ്, അതായത് ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഡക്ട്സ്. കാരണം ഈ 1600 സമയങ്ങളിൽ ഇന്ത്യ ഭയങ്കര റിച്ച് ആയിരുന്നു. ഇന്ത്യയിൽ നല്ല നല്ല വെറൈറ്റി പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇന്ത്യ ആയിരുന്നു ഏറ്റവും ആ സമയങ്ങളിൽ റിച്ചായ സ്ഥലം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഡക്ട്സ് എടുത്തിട്ട് എവിടെ കൊണ്ടുപോയി വിൽക്കുന്നു? ബ്രിട്ടനിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ആ ഒരു ഉദ്ദേശം, അങ്ങനെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഈ 1600 വർഷത്തിൽ ബ്രിട്ടൻ ഭരിച്ചിരുന്നത് ക്യൂൻ എലിസബത്ത് ആണ്. ക്യൂൻ എലിസബത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു സോൾ റൈറ്റ് കൊടുക്കുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ എന്ത് റൈറ്റ് ഉള്ളൂ? ആ ഇന്ത്യയുടെ ആ ഭാഗങ്ങളിൽ ട്രേഡ് ചെയ്യാനുള്ള അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ട്രേഡിന് വരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഓരോ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് ഇന്ത്യ മൊത്തം ബ്രിട്ടൻ്റെ കൺട്രോളിലാക്കുന്നത്. അപ്പോൾ മാപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതറിയുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമരവും കാര്യങ്ങളും പഠിക്കുമ്പോൾ, മോഡേൺ ഇന്ത്യ പഠിക്കുമ്പോൾ, ഹിസ്റ്ററി പഠിക്കുമ്പോൾ മാപ്പ് നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ മാപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിട്ടൻ നിങ്ങൾക്ക് കാണാം, ഞാൻ റെഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സ്ഥലമാണ് ബ്രിട്ടൻ UK. ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ രാജ്യം ഇന്ത്യ ഉണ്ട്, അതേപോലെ പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്. ആ ഭാഗങ്ങൾ ആ റെഡിൽ മാർക്ക് ചെയ്ത് ഇന്ത്യയെ നിങ്ങൾക്ക് മാപ്പിൽ നോക്കി കണ്ടാൽ അറിയാം, അത്രയും വലിയൊരു പ്രദേശമാണ് ഇന്ത്യ. ബ്രിട്ടൻ എന്ന് പറയുന്നത് ചെറുതാണ്. പക്ഷെ ഇവരാണ് ഇനി ഇന്ത്യ എന്നല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളും കോളനി ആക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാരിങ്ങനെയാണ്. ഈ ചെറിയൊരു രാജ്യമായിരുന്നു. പക്ഷെ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു വർഷം 1600 ഓർത്ത് വെക്കണം. 1600-ലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നതൊക്കെ. ഇനി അടുത്ത വർഷം അത് ഒരു കാര്യം കൂടിയുണ്ട്. അതേപോലെ ആ സമയങ്ങളിൽ ഇന്ത്യ ഏകദേശം ആ സമയങ്ങളിൽ അക്ബർ ചക്രവർത്തിയായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ ഒരു കാലഘട്ടം 1556 തൊട്ടിട്ട് 1605, 1605 വരെ, ആ ടൈമുകളിലൊക്കെ മുഗൾ എംപററായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ. ഇനി അടുത്തത് 1602. 1602-ലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഡച്ച് എന്ന് പറഞ്ഞാൽ നെതർലാൻഡ്, ഹോളണ്ട്. ആ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602 1602 ഫോം ചെയ്യുന്നു. അതേപോലെ 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നുണ്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നത് 1664-ലാണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഇയറാണ് 1757. 1757-ലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വർഷവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത് സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു. റോബർട്ട് ക്ലൈവിലും അതിലെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സിറാജുദ്ദൗള തോൽക്കും. എന്നിട്ട് റോബർട്ട് ക്ലൈവ് സിറാജുദ്ദൗളയെ തോൽപ്പിച്ചിട്ട് റോബർട്ട് ക്ലൈവ് എന്തായി മാറും? ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ ടോപ്പിക്കുകളൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പോൾ റോബർട്ട് ക്ലൈവ് ആണ് ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ആയിട്ട് മാറും. ആ ബംഗാൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ബംഗാൾ പോലെയല്ല. ബംഗ്ലാദേശ് വലിയൊരു ഏരിയ ആണ്. ആ ഏരിയ മൊത്തം ഈ യുദ്ധത്തോടു കൂടിയിട്ട് റോബർട്ട് ക്ലൈവിൻ്റെ കീഴിലാവും. പിന്നെ അതിന് ശേഷം ഈ യുദ്ധം ബാറ്റിൽ ഓഫ് പ്ലാസി, ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം ബാറ്റിൽ ഓഫ് പ്ലാസിനെയാണ് എന്ത് പറയുന്നത്? ബാറ്റിൽ ഓഫ് പ്ലാസി ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് എംപയറിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തത് ഏത് യുദ്ധം പ്രകാരമാണ്? ബാറ്റിൽ ഓഫ് പ്ലാസി. ഈ ഒരു യുദ്ധത്തിൽ ഗവർണർ ഓഫ് ബംഗാളായിട്ട് റോബർട്ട് ക്ലൈവ് വരും. ഇനി ആ സ്ഥലത്ത് അവരെ നിന്നിട്ടാണ് ബാക്കി സ്ഥലങ്ങൾ മൊത്തം പിടിച്ചെടുക്കുന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസി ജയിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർക്ക് എളുപ്പമായി. കാരണം ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലം അവരുടെ ഫുൾ കൺട്രോളിലെത്തി. അവിടെ നിന്ന് അവിടുത്തെ റവന്യൂ എടുത്തിട്ട് എന്ത് ചെയ്യും? ബാക്കി സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കും. അതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 1757 ബാറ്റിൽ ഓഫ് പ്ലാസി ഓർത്ത് വെക്കണം. അതിന് ശേഷം ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് വർഷമാണ്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് വർഷമാണ് 1760. ആ കാലഘട്ടങ്ങൾ
1760 ശേഷം 1760കളിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം ഉണ്ടാകുന്നത്. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സംഭവിച്ചത് ബ്രിട്ടനിലാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്താന്ന് പറഞ്ഞാൽ, അതുവരെ മനുഷ്യരെങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യത്തിൽ, ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൈകൊണ്ടും കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് നമ്മൾ കൈവച്ച് നമ്മൾ വീട്ടിലിരുന്ന് ഓരോന്നും ഉണ്ടാക്കുന്നു. മേശയാണെങ്കിൽ മേശ ഉണ്ടാക്കുന്നു, തുണിത്തരങ്ങളാണെങ്കിൽ അത് ഉണ്ടാക്കുന്നു, കോട്ടൺ എടുത്തിട്ട് അതിൽ നിന്ന് തുണി ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നമ്മൾ ഓരോ ചെറുകിട വ്യവസായങ്ങളായിരുന്നു. പക്ഷേ 1760 ശേഷം ഇൻഡസ്ട്രീസ് വരികയാണ്, അതായത് മെഷീൻസ് വരികയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിലും സ്പീഡിൽ ആർക്കുണ്ടാക്കാൻ പറ്റും? മെഷീൻസിന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യം 1600 ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് കച്ചവടത്തിനാണ് വന്നത്. ഇവിടെ നിന്ന് പ്രൊഡക്ട്സ് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ പോയി വിൽക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടുന്ന് ഒരു മേശ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഷർട്ട് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ബ്രിട്ടനിൽ പോയി വിൽക്കും. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം, വ്യവസായ വിപ്ലവത്തിന് ശേഷം, അത് ബ്രിട്ടനിലാണ് ഉണ്ടായത്. അതിന് ശേഷം ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വന്നിട്ട് എന്ത് കൊണ്ടുപോകും? മരങ്ങൾ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ കോട്ടൺ എടുത്തുകൊണ്ട് പോകും, പഞ്ഞി എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ മരങ്ങൾ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് ബ്രിട്ടനിൽ കൊണ്ടുപോയിട്ട് പ്രൊഡക്ട്സ് ആക്കും, ഫൈനൽ പ്രൊഡക്ട്സ് ആക്കും. റോ മെറ്റീരിയൽസ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ബ്രിട്ടനിൽ പോയിട്ട് ഫൈനൽ പ്രൊഡക്ട്സ് ആക്കിയിട്ട് ആ ഫൈനൽ പ്രൊഡക്ട്സ് എവിടെ കൊണ്ടുവിൽക്കാൻ തുടങ്ങി? ഇന്ത്യയിൽ കൊണ്ടുവിൽക്കാൻ തുടങ്ങി. അതായത് ബ്രിട്ടീഷുകാർ പിന്നെ ഇന്ത്യ ഒരു മാർക്കറ്റ് ആക്കാൻ തുടങ്ങി. പക്ഷെ ആ സമയങ്ങളിൽ നമ്മൾ ഇന്ത്യക്കാരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? കൈവച്ചും കാര്യങ്ങളും. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇവിടേക്ക് എത്തിയിട്ടില്ല, ടെക്നോളജി ഇവിടേക്ക് എത്തിയിട്ടില്ല. അപ്പം നമ്മുടെ ഇവിടുത്തെ ചെറുകിട വ്യവസായങ്ങൾക്ക് ഈ മെഷീൻ മെയ്ഡ് ഗുഡ്സ് ആയിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റാണ്ടായി. അപ്പം നമ്മുടെ ആൾക്കാർ എന്ത് വാങ്ങാണ്ടായി? ബ്രിട്ടീഷുകാർ സുഖമായിട്ട് മെഷീൻസ് വെച്ചിട്ട് ഓരോന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ ഏതേ വാങ്ങുള്ളൂ? മെഷീൻ മെയ്ഡ് പ്രൊഡക്ട്സ് വാങ്ങി തുടങ്ങി. ഇന്ത്യൻ പ്രൊഡക്ട്സ് വാങ്ങാണ്ടായി. ഇന്ത്യൻ ചെറുകിട വ്യവസായങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? തകരാൻ തുടങ്ങി. അപ്പോൾ ആ 1760 ആ കാലഘട്ടം ഓർത്ത് വെക്കണം. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയ ആ കാലഘട്ടങ്ങളാണ്. അതായത് മെഷീൻസ് വന്നു തുടങ്ങി. മെഷീൻസ് അതുവരെ മനുഷ്യന്മാർ വീട്ടിലിരുന്ന് കൈകളിൽ കൊണ്ട് ഉണ്ടാക്കിയിരുന്നത് മെഷീൻ വെച്ചിട്ട് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ആ വർഷം ഓർത്ത് വെക്കണം. ഇനി അടുത്ത വർഷമാണ് 1761. 1761 ഇമ്പോർട്ടൻ്റ് ആണ്. 1760 തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, മൂന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത് ഏത് വർഷമാണ്? 1761. ഇതാരൊക്കെ തമ്മിലാന്ന് പറഞ്ഞാൽ മറാത്ത കോൺഫെഡറസി, മറാത്ത എംപയർ ഉണ്ട്, ശിവജിയുടെ ഒക്കെ മറാത്ത എംപയറും, അതേപോലെ ദുറാനി എംപയർ ഓർ അഫ്ഗാൻ എംപയർ, അഫ്ഗാനിസ്ഥാൻ. ഇപ്പോൾ പാകിസ്ഥാൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഈ അഫ്ഗാൻ എംപയർ ആയിട്ടുള്ള യുദ്ധമാണ് ദുറാനി എംപയർ അല്ലെങ്കിൽ അഫ്ഗാൻ എംപയർ. അപ്പോൾ മറാത്ത എംപയറും അഫ്ഗാൻ എംപയറും ഇവർ തമ്മിലുള്ള യുദ്ധമാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അപ്പോൾ അത് 1761 ആണ്, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ വർഷമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റും സെക്കൻഡും നോക്കാം. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്ന് പറയുന്നത് 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ബാബറും ലോധി എംപയറും ആയിരുന്നു ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഇതിൽ ബാബർ ജയിക്കുകയും പിന്നെ അതിന് ശേഷമാണ് ഇന്ത്യയിൽ മുഗൾ എംപറർ. ഇപ്പോൾ അശോക ചക്രവർത്തിയൊക്കെ മുഗൾ എംപററാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൽ ബാബർ ലോധി എംപയറിനെ തോപ്പിച്ചിട്ട് എന്ത് ചെയ്യും? ബാബർ ഇവിടേക്ക് എത്തി. പിന്നെ അതിന് ശേഷമാണ് മുഗൾ എംപറർ ഇന്ത്യയിൽ വരുന്നത്. പിന്നെ അതിന് ശേഷം 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടും 1556 സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടുണ്ട്. അത് ഹെമു മുഗൾ എംപററും തമ്മിലുള്ള യുദ്ധമാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അപ്പോൾ ആ ഇയർ ഓർത്ത് വെക്കുക. കാരണം നമ്മൾ ഈ പഠിച്ച് വരുന്നതിൽ ഒരു 1761 തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടന്നു. അപ്പോൾ അതിൽ ഫസ്റ്റും സെക്കൻഡും കൂടി വർഷങ്ങൾ ഓർത്ത് വെക്കണം. ഫസ്റ്റ് 1526 അതിന് ശേഷം 1556. വർഷം ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. 1526 1556 ഫസ്റ്റും സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഇതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്തേക്ക് കിടക്കുകയാണ്. അടുത്ത വർഷം 1764 ആണ്. 1764 ബാറ്റിൽ ഓഫ് ബത്സർ. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി. അതിന് ശേഷം ഇന്ത്യയിൽ നടക്കുന്ന ഒരു ബ്രിട്ടീഷുകാരായിട്ടാണ് നടക്കുന്ന യുദ്ധമാണ് 1764 ബാറ്റിൽ ഓഫ് ബത്സർ. അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് തന്നെ ഹെക്ടർ മൺറോ, ഇംഗ്ലീഷ് ആർമിയുടെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഹെക്ടർ മൺറോ ആയിരുന്നു. ഹെക്ടർ മൺറോ എന്ത് ചെയ്യാണ്? മിർ കാസിം, അതേപോലെ നവാബ് ഓഫ് അവധ്, അതേപോലെ ഷാ ആലം സെക്കൻഡ് ഇവരൊക്കെ എന്ത് ചെയ്യും? തോപ്പിക്കും 1764. അപ്പോൾ ഇതിന് ശേഷം ഈ ഒരു യുദ്ധത്തിന് ശേഷം ബംഗാൾ ബീഹാർ ഒറീസ ഈ ഏരിയ ഫുള്ള് ആരുടെ കൺട്രോളിലാവും? ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലാവും 1764. ഈ സമയത്താണ് ദിവാനി പവർ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ബാറ്റിൽ ഓഫ് ബത്സറിന് ശേഷമാണ് ദിവാനി പവർ ആർക്ക് കിട്ടുന്നത്? ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത്. ഇനി അടുത്ത ഹെഡ് ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് റൈസ് ഓഫ് ന്യൂ ആൻഡ് ഓട്ടോണമസ് സ്റ്റേറ്റ്സ്.
ഒരു വർഷം 1761 1761 ആ വർഷങ്ങളായപ്പം മുഗൾ എംപറർ, മുഗൾ ഭരണം, അവരുടെ ഒരു അധികാരം കുറഞ്ഞു തുടങ്ങിയപ്പോൾ കുറേ ചെറിയ ചെറിയ രാജ്യങ്ങൾ ഫോം ചെയ്യാൻ തുടങ്ങി. അതിൽ സക്സസർ സ്റ്റേറ്റ്സ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ് ഉണ്ട്, ന്യൂ സ്റ്റേറ്റ്സ്. അങ്ങനെ കുറച്ച് ഡിവിഷൻസിൽ ഞാൻ കുറച്ച് സ്റ്റേറ്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നും നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത് സക്സസർ സ്റ്റേറ്റ്സ് ആണ്. സക്സസർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അത് ശരിക്കും മുഗൾ പ്രൊവിൻസ് ആയിരുന്നു. മുഗൾ രാജാക്കന്മാരുടെ കീഴിലുള്ള സ്ഥലങ്ങൾ തന്നെയായിരുന്നു ഇത്. പക്ഷെ മുഗൾ എംപററിൻ്റെ ആ ഒരു സെൻട്രലിലുള്ള അധികാരം കുറഞ്ഞു വന്നപ്പോൾ പല പല സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേറ്റ്സുകൾ അവരുടെ പ്രൊവിൻസസ് ഡിവൈഡ് ചെയ്ത് തുടങ്ങി. സെൻട്രലിൽ ഫുൾ അധികാരത്തിൽ ഇന്ത്യ മൊത്തം ഭരിച്ചുകൊണ്ടിരുന്നതാണ് മുഗൾ എംപറർ. പക്ഷെ അധികാരം കുറഞ്ഞപ്പം എല്ലാവരും കൂടി ഡിവൈഡ് ചെയ്ത് കുറച്ച് കഷ്ണങ്ങളാവാൻ തുടങ്ങി. അതാണ് അതിൽ ഹൈദരാബാദ്, കർണാട്ടിക്, ബംഗാൾ, അതേപോലെ അവധ്, ഇത്രയും സ്റ്റേറ്റ്സ് സക്സസർ സ്റ്റേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അതൊക്കെ ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കി പഠിക്കുക എന്നുള്ളതാണ്. ഹൈദരാബാദിൻ്റെ ഫൗണ്ടറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിസാമുൽ മുൽക്ക് അസഫ് ജ ഹൈദരാബാദ് ഇൻ 1724 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ കർണാട്ടിക് അവരുടെ കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതും ഗൈഡിൽ നോക്കുക. പിന്നെ ബംഗാൾ നമുക്കറിയാം, ബംഗാൾ നമ്മളിപ്പോൾ പഠിച്ചു. ബംഗാളിൽ ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ആയിരുന്നു. പിന്നെ ആ ബംഗാളാണ് പ്ലാസിയും ബാറ്റിൽ ഓഫ് പ്ലാസിയും ഇതൊക്കെ വഴി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നത്, നമ്മുടെ റോബർട്ട് ക്ലൈവ് പിടിച്ചെടുക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ പല പല നാട്ടുരാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയായിരുന്നു. ആദ്യം ഒരു മുഗൾ എംപറർ ഉണ്ടായിരുന്നാലും പിന്നെ അത് അവരുടെ അധികാരം പോയപ്പോൾ പല പല സ്റ്റേറ്റ്സുകളായി മാറി. പിന്നെ അതേപോലെ അവധൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവധൊക്കെ അവസാനം പിടിച്ചെടുക്കുന്നത് ലോർഡ് ഡാൽഹൗസിയാണ് പിടിച്ചെടുക്കുന്നത്. ലോർഡ് ഡാൽഹൗസി ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പ്രകാരം അവധ് പിടിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ഇതാണ് ഈ അവധിൻ്റെ ഫൗണ്ടറും ഒക്കെ ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പേര് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്നൊക്കെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ LLB പഠിക്കുകയാണെങ്കിലും GK നമ്മുടെ രാജ്യം എങ്ങനെ ഫോം ചെയ്തു, നമുക്ക് സ്വാതന്ത്ര്യ രാജ്യത്തിന് എങ്ങനെ കിട്ടിയെന്നൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കുകയും വേണം. അപ്പോൾ ഹൈദരാബാദ്, കർണാട്ടിക്, ബംഗാൾ, അവധ്, ഇങ്ങനെ ഇതൊക്കെയാണ് സക്സസർ സ്റ്റേറ്റ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത ഞാൻ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ്. സെപ്പറേറ്റ് ആയിട്ട് മുകളിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് അതല്ലാണ്ട് ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ് ഉണ്ടായിരുന്നു. അതിലാണ് മൈസൂർ വരുന്നത്. മൈസൂർ നമുക്കറിയാം, ഒരു ഫേമസ് റൂളർ ഹൈദരാലി ആയിരുന്നു മൈസൂർ റൂൾ ചെയ്തിരുന്നത്. ഹൈദരാലി ബ്രിട്ടീഷുകാരായിട്ടല്ല ഫ്രാൻസായിട്ട് കുറച്ച് നല്ല അടുപ്പത്തിലായിരുന്നു. അപ്പം ഡിണ്ടിഗലിൽ മോഡേൺ ആർസണൽ ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ മൈസൂർ, അതായത് ഈ ഹൈദരാലി, ഇവർ മറാത്തയായിട്ടും നിസാമായിട്ടും ബ്രിട്ടീഷുകാരൊക്കെ ആയിട്ട് യുദ്ധത്തിലായിരുന്നു. കാരണം ഫ്രാൻസും ബ്രിട്ടനും ശത്രുവാണ്. മൈസൂർ ആരായിട്ട് അലയാണ്, ആരുടെ ഒപ്പമാണ് നിൽക്കുന്നത്? ഫ്രാൻസിൻ്റെ ഒപ്പമാണ്. അപ്പോൾ ഇവരും ബ്രിട്ടീഷുകാരായിട്ടും ശത്രുക്കളാണ്. ഫ്രാൻസും ശത്രുക്കളാണ്, മൈസൂരും ശത്രുക്കളായി. അവർ തമ്മിലുള്ള യുദ്ധമുണ്ട്. അങ്ങനെ അവസാനം 1782 സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ. ആംഗ്ലോ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ്, അതാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാറിൽ 1782 നോട്ട് ചെയ്ത് വെക്കണം. 1782 ഹൈദരാലി മരിക്കും. അത് കഴിഞ്ഞിട്ട് ആളുടെ സണ്ണാണ് ടിപ്പു സുൽത്താൻ അധികാരത്തിൽ വരും. അപ്പോൾ ആള് കുറേ കാലം റൂൾ ചെയ്തിട്ടുണ്ട് ടിപ്പു സുൽത്താൻ. അവസാനം ടിപ്പു സുൽത്താൻ്റെ മരണശേഷം 1799 അത് ആരുടെ കൺട്രോളിലോ? ബ്രിട്ടീഷുകാർ ആ പ്ലേസും പിടിച്ചെടുക്കും. പിന്നെ അതിന് ശേഷം ഞാൻ രജ്പുട്സ് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക. രാജ ജയ്സിംഗ് ഫൗണ്ടഡ് ദ സിറ്റി ഓഫ് ജയ്പൂർ എന്നൊക്കെ പറഞ്ഞ് ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഗൈഡിലാണ് ഞാൻ ബ്രീഫായിട്ടൊരു കഥ പോലെ പറഞ്ഞു പോവുള്ളൂ. ആ കഥ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കി കാര്യങ്ങൾ പഠിക്കാം. ഈ ബാക്കി കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഓരോ ടോപ്പിക്കും പിന്നെ നിങ്ങൾക്ക് നെറ്റിൽ കയറി റിസർച്ച് ചെയ്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് എക്സ്ട്രാ നോളജ് നമുക്ക് നേടിയെടുക്കാം. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസിൽ മൈസൂറും രജ്പുട്സും ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ന്യൂ സ്റ്റേറ്റ്സ് ആണ്. ന്യൂ സ്റ്റേറ്റ്സിൽ കൊടുത്തിരിക്കുന്നത് പഞ്ചാബ്. പുതിയ സ്റ്റേറ്റ്സ് പുതുതായിട്ട് ഫോം ചെയ്ത അതൊന്ന് പഞ്ചാബാണ്. മഹാരാജ രഞ്ജിത് സിംഗ് അതാണ് ഫൗണ്ടർ. അതൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. മഹാരാജ രഞ്ജിത് സിംഗ്. പിന്നെ രഞ്ജിത് സിംഗിന് മരണശേഷം എന്ത് പറയുന്നുണ്ട്? സിഖ് എംപയർ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയെന്ന് പറയുന്നു. അടുത്ത കൊടുത്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ. നമ്മൾ നേരത്തെ നോക്കിയത് ആംഗ്ലോ മൈസൂർ വാർ നോക്കി, സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ. ഇത് ആംഗ്ലോ സിഖ് വാർ. അത് സ്റ്റാർട്ട് ചെയ്തത് 1845 1845. ഈ വർഷമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1845 ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ ഉണ്ട് 1848 തൊട്ടിട്ട് 49 സെക്കൻഡ് ആംഗ്ലോ സിഖ് വാറാണ്. അതിലൂടെ കൂടിയിട്ട് പഞ്ചാബ് ഏരിയ ഏകദേശം ആരുടെ കയ്യിലോ? ബ്രിട്ടീഷുകാരുടെ കയ്യിലോ. 1757 പ്ലാസി യുദ്ധം,
ബത്സർ യുദ്ധം കഴിഞ്ഞ് 1764 അതിനുശേഷം അവിടെ നിന്ന് പതുക്കെ ഓരോ സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കാൻ തുടങ്ങി. എങ്ങനെ വന്നവർ? കച്ചവടത്തിന് വേണ്ടി വന്നവരാണ്. പിന്നെ അടുത്തത് മറാത്ത എംപയർ ആണ്. അടുത്തത് ന്യൂ സ്റ്റേറ്റ്സിലുള്ളത് മറാത്ത എംപയർ. മുഗൾ ചക്രവർത്തിമാരുണ്ടായിരുന്നു, മുഗൾ എംപയർ. ഇന്ത്യ ഏകദേശം മുഗൾ ചക്രവർത്തിമാരുടെ കീഴിലായിരുന്നു. അവർ കുറേ ഹിന്ദുസിനെതിരെയും അങ്ങനെ ഒരു ഔറംഗസീബിൻ്റെ കാലഘട്ടങ്ങളിൽ മുഗൾ എംപയർ ഔറംഗസീബിൻ്റെ കാലഘട്ടങ്ങളിൽ ഹിന്ദുസിനെതിരെയൊക്കെ കുറച്ച് അടിച്ചമർത്തൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ മറാത്ത എംപയർ റൈസ് ചെയ്ത് മുഗൾസിനെതിരെ ശക്തമായിട്ട് പോരാടിയിരുന്നു. അപ്പോൾ അതിൽ ഈ മറാത്ത എംപയർ അതിലെ മെയിൻ ആൾക്കാരാണ്. ഒരാളാണ് ഷാജി ബോൺസ്ലെയാണ് ശിവജി മഹാരാജ്. ശിവജി ചക്രവർത്തി ശിവജി, ആളുടെ അച്ഛനായിരുന്നു ഷാജി ബോൺസ്ലെ. ആളൊക്കെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് മറാത്ത എംപയറിൻ്റെ തുടക്കവും. അതിനുശേഷം അതിൻ്റെ ഫുൾ പവറിലെത്തിയത് ചക്രവർത്തി, ഗ്രേറ്റ് മറാത്ത എന്നറിയപ്പെടുന്ന ശിവജിയുടെ നേതൃത്വത്തിലായിരുന്നു. ശിവജി ജനിച്ച വർഷം 10 ഏപ്രിൽ 1627 ജനിച്ചത്. 18ാമത്തെ വയസ്സിൽ തന്നെ ഓരോ ഫോർട്ടും കാര്യങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. പൂനെയിലും ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നോക്കുക. അങ്ങനെ അവസാനം 1627 ജനിച്ച് 1674 ആയപ്പോൾ കിങ് ഓഫ് മറാത്താസ് ആയി. പിന്നെ ഛത്രപതി ശിവജി, ഛത്രപതി എന്ന ടൈറ്റിൽ ആളെടുത്തു. സ്ട്രോങ് നേവി ഒക്കെ ഉണ്ടായിരുന്നു മറാത്ത എംപയർ. അപ്പം മറാത്ത എംപയർ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പം ആ സമയത്ത് മുഗൾ എംപയർസ് കുറച്ച് പേരുണ്ടായിരുന്നു, കുറേ ചെറിയ ചെറിയ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ മറാത്ത എംപയർ ആ സമയത്ത് വൺ ഓഫ് ദി സ്ട്രോങ് എംപയർ ആയിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. അവർക്ക് നേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശിവജിയൊക്കെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഗൈഡിൽ നോക്കുക, ഗൈഡിലെ ഫാക്ട്സ് പഠിക്കുക. പിന്നെ ഈ ശിവജിക്കൊക്കെ ശേഷം പിന്നെ മറാത്ത എംപയർ എന്ന് പറയുന്നത് പേഷ്വാസ്, ഒരു പ്രൈം മിനിസ്റ്റർ പോലത്തെ ഒരു പൊസിഷനാണ്. ആ രീതിയിലാണ് മറാത്ത എംപയർ വന്നിരുന്നത് പേഷ്വാസ്. അതിൽ ബാലാജി വിശ്വനാഥ്, ബാജിറാവോ ഞങ്ങൾ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പേഷ്വാസാണ് അതിന് ശേഷം മറാത്ത റൂൾ ചെയ്തത്. അത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ഓരോ ആദ്യം നമ്മൾ പഠിച്ചു ആംഗ്ലോ മൈസൂർ വാറുണ്ട്, ആംഗ്ലോ സിഖ് വാറുണ്ട്. ഇത് ഇനി അടുത്തത് ആംഗ്ലോ മറാത്ത വാറാണ്. അതായത് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ 1775 തൊട്ടിട്ട് 1782 ആ കാലഘട്ടങ്ങളിൽ അത് ബ്രിട്ടീഷ് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് തോക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് വാസ് ഡിഫീറ്റഡ്. ട്രീറ്റി ഓഫ് സാലബായ് എന്ന് പറഞ്ഞ ട്രീറ്റി സൈൻ ചെയ്തു. അതിൻ്റെ വർഷം 1782. ആ വർഷം നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാറുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ ഓരോ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയാണ്. മറാത്ത എംപയറായിട്ട് യുദ്ധമായി 1803 തൊട്ടിട്ട് 1806 വരെയുള്ള കാലഘട്ടം. തേർഡ് ആംഗ്ലോ മറാത്ത വാറുണ്ട് 1857. ഈ വർഷം ഈ കാലഘട്ടമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1817 to 1818 AD. ഈ തേർഡ് ആംഗ്ലോ മറാത്ത വാർ വഴി മറാത്ത എംപയറിനെയും തോപ്പിക്കുകയാണ്. ബ്രിട്ടീഷുകാർ തോപ്പിച്ചിട്ട് ഡിഫീറ്റ് ഓഫ് മറാത്താസ്, ബ്രിട്ടീഷുകാർ തോപ്പിച്ചു. പിന്നെ അടുത്ത് ഞാൻ കേരള കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ആ സമയത്ത് കുറച്ച് ലീഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ 1600 ബ്രിട്ടീഷുകാർ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് വന്ന് അവസാനം ഈ 1830 ആ കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേന് ഏകദേശം ഓരോ സ്ഥലവും ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധം കഴിഞ്ഞതിന് ശേഷം ബംഗാളിൽ അധികാരം കിട്ടി. ആ അധികാരം അവിടെ വെച്ചിട്ട് പതുക്കെ മൊത്തം പിടിച്ചടക്കാൻ തുടങ്ങി. ഇനി ഒരു വർഷമുണ്ട്, ഓർത്ത് വെക്കണം. 1838 ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ സൊസൈറ്റി ഫോം ചെയ്യുകയാണ്. അതാണ് ഫസ്റ്റ് പൊളിറ്റിക്കൽ അസോസിയേഷൻ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് പൊളിറ്റിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്നത് 1838 സ്റ്റാർട്ട് ചെയ്ത ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി. സ്റ്റാർട്ട് ചെയ്ത് കൊൽക്കത്തയിലാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 1838 കഴിഞ്ഞ് അങ്ങനെ 1857 നമ്മുടെ റിവോൾട്ട് ഓഫ് 1857, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. 1600 ബ്രിട്ടീഷുകാർ വന്നു. ബ്രിട്ടീഷ് സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് അവരുടെ ഭരണമൊക്കെ ആകെ പ്രശ്നമായി. കമ്പനിയായിട്ടാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്കെ പ്രശ്നമായി അവസാനം 1857 ഒരു റിവോൾട്ട് നടക്കുകയാണ്. അതിനാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ആ ടോപ്പിക്ക് നമ്മൾ ഒരു അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഈ 1600 തൊട്ടിട്ട് 1857 വരെയുള്ള ചരിത്രമാണ്. ഒരു കഥ പോലെ പഠിച്ചു പോവുക. ഹിസ്റ്ററിയൊക്കെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ. അതിൽ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വർഷം നമ്മൾ പറഞ്ഞത് 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നതും അതേപോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ട്രേഡിങ്ങിനായിട്ട് വരുന്നതും. കച്ചവടം, ഇവിടെ വന്ന സാധനങ്ങൾ എടുക്കുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഫൈനൽ ഗുഡ്സ് അതായിരുന്നു ലക്ഷ്യം. ഇവിടെ നിന്നുള്ള ഫൈനൽ ഗുഡ്സ് മേശ എടുത്തുകൊണ്ട് പോയി അവിടെ വിൽക്കുക, അതായിരുന്നു ഉദ്ദേശം.
1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നു. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി. 1760 കാലഘട്ടങ്ങളിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്രിട്ടീഷുകാർ എന്തായി മെഷീൻസ് വന്നു തുടങ്ങുന്നു. 1761 ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അപ്പോൾ നമ്മൾ അത് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടാണ് 1761. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 1526, 1556. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 1526, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 1556. ആരൊക്കെ തമ്മിലത് നോക്കി വെക്കണം. 1764 ബാറ്റിൽ ഓഫ് ബത്സർ. പ്ലാസിയോട് കൂടി അടിത്തറ കിട്ടും. പ്ലാസി യുദ്ധത്തോടുകൂടി ബ്രിട്ടീഷിന് അടിത്തറ കിട്ടി. അത് കിട്ടിയിട്ട് അതിൽ നിന്ന് ഓരോ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് തുടങ്ങി. 1764 ബാറ്റിൽ ഓഫ് ബത്സർ. ബാറ്റിൽ ഓഫ് ബത്സർ പ്രകാരം ബംഗാൾ, ബീഹാർ, ഒറീസ ഫുൾ ആരുടെ കൺട്രോളിലായി? ബ്രിട്ടൻ്റെ കൺട്രോളിലായി. പിന്നെ അതങ്ങനെ ഒരു ചരിത്രം വരുന്നു. അതിൻ്റെ സൈഡിൽ ഞാൻ ഇപ്പോൾ എടുത്താണ് റൈസ് ഓഫ് ഓട്ടോണമസ് സ്റ്റേറ്റ്സ്. ആ സമയങ്ങളിൽ ഇന്ത്യയിൽ എങ്ങനെയാണ്? മുഗൾ എംപറർ ഇന്ത്യ ഫുള്ള് കൺട്രോൾ ചെയ്താണ്. പക്ഷേ 1760 കാലഘട്ടങ്ങളിൽ മുഗൾ എംപററിൻ്റെ കൺട്രോളൊക്കെ പോയി, അധികാരമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പല മുഗൾ എംപറർ തന്നെ ഡിവൈഡ് ചെയ്ത് പോയി. അങ്ങനെയാണ് ഹൈദരാബാദ്, കർണാടക, ബംഗാൾ, അവധ് ചെറിയ ചെറിയ രാജ്യങ്ങളായി വന്നു. അതുകൂടാതെ പിന്നെ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ് ഉണ്ടായിരുന്നു. മൈസൂർ, രാജ്പൂട്ട്സ്, അങ്ങനെ കുറച്ച് ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ് ഉണ്ടായിരുന്നു. ന്യൂ സ്റ്റേറ്റ്സ് ഫോം ചെയ്തു. പഞ്ചാബ്, മറാത്ത എംപയർ. അങ്ങനെയായിരുന്നു ഇന്ത്യയുടെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ഓരോരോ ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു. മുഗൾ എംപയർ ഉണ്ടായിരുന്നപ്പോൾ ഒരുമിച്ചായിരുന്നു. പക്ഷേ അതിന് ശേഷം ഡിവൈഡ് ചെയ്ത് ഇങ്ങനെയായി. ഈ സമയത്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നു, ബംഗാൾ പിടിച്ചെടുക്കുന്നു. അവിടെ നിന്ന് ഓരോ സ്ഥലവും ഓരോരുത്തരായി നിന്ന് പിടിച്ചെടുക്കുന്നത്. അങ്ങനെ അവസാനം നമ്മൾ പഠിച്ചത് അതിൽ ഓരോന്ന് പഠിച്ചു വെക്കണം. മൈസൂർ ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ പഠിച്ചു വെക്കണം. വർഷവും കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. ആംഗ്ലോ സിക്ക് വാറുണ്ട്, അതേപോലെ ആംഗ്ലോ മറാത്ത വാറുണ്ട്. ട്രീറ്റിയൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. കേരളയിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഗൈഡിൽ നോക്കി പഠിക്കുക. പിന്നെ അങ്ങനെ ഇരുന്ന് അവസാനം 1838 ചെറിയൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നുണ്ട്, ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി. അങ്ങനെ ബ്രിട്ടീഷുകാർ ഭരിച്ച് വന്ന് അവസാനം ഇന്ത്യയിൽ നിന്ന് ചെറിയൊരു റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 1857 റിവോൾട്ട് ഓഫ് 1857, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരയുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആ ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിലാണ് എടുക്കുന്നത്. എല്ലാ സ്റ്റുഡൻസും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഫുള്ള് ഓർഡറിൽ കാണുക. ഞാനൊരു കോച്ചിങ് ക്ലാസ് പോലെയാണ് ഓർഡറിൽ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. അത് കാണുക. അതിൻ്റെ തന്നെ ഗൈഡുകൾ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഓരോ ടോപ്പിക്കിൻ്റെ ഗൈഡുകൾ ഇറക്കിയിട്ടുണ്ട്. GK ആണെങ്കിലും ഗൈഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഗൈഡ് ഓർഡർ ചെയ്യാം. അപ്പോൾ ആ ഗൈഡും നോക്കി പഠിക്കുക. ഗൈഡിൽ ഫുൾ ടോപ്പിക്സ് ഉണ്ട്, അത് ഫുള്ള് പഠിക്കുക.